എന്നെ തല്ലിയാൽ ഞാൻ തിരിച്ച് തല്ലണം. എൻ്റെ വീട്, എൻ്റെ ജീവിതം അത് സംരക്ഷിക്കേണ്ടത് ഞാനാണ്. എല്ലാ രാജ്യങ്ങളും അവരവരുടെ രീതിയിൽ നിൽക്കുന്നേ. അവിടെ ആരും പോലീസുകളിയൊന്നും കളിക്കേണ്ട ആവശ്യമില്ല. ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തിയിട്ട് ജീവിക്കാമെന്നുള്ളത് അത് ശരിയായ കാര്യമല്ല. അമേരിക്ക എന്തിനാണ് അവിടെ പോയിട്ട് യുദ്ധം ചെയ്യുന്നത്? അതായത് എന്നേക്കാളും മുകളിലേക്ക് ഒരുത്തനും വരരുത്, എന്നേക്കാൾ മുകളിലേക്ക് ഒരുത്തനും വരരുത്, ആധിപത്യം സ്ഥാപിക്കുക അല്ലേ? നമുക്ക് ജീവിച്ചാൽ പോരെ, അമേരിക്കയ്ക്ക് അവിടെ ജീവിച്ചാൽ പോരെ. പിന്നെ എന്തിനാണ് ഇത് കൂട്ട് പന്നപ്പണിക്ക് നിൽക്കുന്നത്? എന്തിനാണ് ഇത് കൂട്ട് പന്നപ്പണിക്ക് നിൽക്കുന്നത്? അവിടെയുള്ളവർ ആ പണിയെടുത്ത് അവരാ എണ്ണ കൊടുത്ത്, ഞാനൊരു കൂലിപ്പണി എടുക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പം ഞാൻ കൂലിപ്പണി ജീവിക്കുന്നവർ അവർക്ക് ഇഷ്ടമല്ല. അത് നിയന്ത്രിക്കുന്നത് ഞാനായിരിക്കണം എന്നുള്ളൊരു ചിന്താഗതി, ആ ചിന്താഗതി ഉണ്ടാകുന്നത് എന്തുകൊണ്ടുണ്ടാകുന്നു? അവരവർ ജീവിച്ചോട്ടെന്ന്. ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ. ഒരു രാജ്യത്തെയും കീഴ്പ്പെടുത്തേണ്ട ആവശ്യം അമേരിക്കയ്ക്കുമില്ല, ഇന്ത്യക്കുമില്ല, ഒരു രാജ്യത്തിനുമില്ല. ആ രാജ്യം അവരുടെ രീതിയിൽ ജീവിച്ചു പോയിക്കോളും. എന്തിനാണ് നീ കുഴഞ്ഞ പണിക്ക് നിൽക്കുന്നത്? അമേരിക്ക കാണിച്ച അതിക്രമമാണ്. എല്ലാവരെയും ഭരിക്കാൻ പുള്ളിക്ക് ഒരധികാരം കിട്ടിയിട്ടില്ല. ഈ ട്രംപിന് ഒരധികാരമില്ല. എന്തെങ്കിലും അധികാരമുണ്ട് ലോകത്തെ രാജ്യങ്ങളുടെ മേലെ? സ്വന്തം രാജ്യത്ത് ചിലപ്പോൾ അധികാരം ഉണ്ടാകും, അത് അവിടെ വെച്ചാൽ മതി. എന്തിനാ മറ്റു രാജ്യങ്ങളെ ഭരിക്കാൻ പോകുന്നത്? അവരവരുടെ കാര്യം നോക്കി ജീവിച്ചോളൂല്ലേ. പിന്നെ ഇതിനെ കുറച്ചുകൂടെ ചുഴിഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരു രാജ്യത്തിലെ ഭരണാധികാരി ആയിട്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല ഇവരൊന്നും ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല ഇവർ ചെയ്യുന്നത്. നെതന്യാഹു ചെയ്യുന്നത് എന്നാണ്? നെതന്യാഹു ചെയ്യുന്നത് അയാളുടെ സുരക്ഷയാണ്. അതിനു വേണ്ടി അയാളുടെ രാജ്യത്തിലുള്ള ഭരണം പിടിച്ചെടുത്തിട്ട് അതിലുള്ള അധികാര സ്ഥാനത്തിലെത്തി നിന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക. ഈ പട്ടാളക്കാരൻ അവർ മനുഷ്യരല്ലേ? പട്ടാളക്കാർ മനുഷ്യരല്ലേ? പക്ഷെ അവർ അടിമകളാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ശമ്പളം കിട്ടുന്നുള്ളൂ, നമ്മൾ പട്ടാളക്കാരെന്ന് പറഞ്ഞൊരു ജോലിയല്ലേ എന്ന്. അല്ല, അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ അധീനതയിൽ പെടുന്ന ആളാണ് നിങ്ങളൊക്കെ, ഈ പട്ടാളക്കാരെന്ന് പറയുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, രാജ്യത്തിന് വേണ്ടിയിട്ടല്ല. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ആ വ്യക്തിയുടെ അഭിപ്രായം അനുസരിച്ചിട്ട് അയാൾ അതിൻ്റെ സെറ്റിൽമെൻറ്റ് കംപ്ലീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 സഭ 3 സഭ, എനിക്ക് അങ്ങനെ വലിയ വിവരമൊന്നുമില്ല. ഇങ്ങനെ 1-ാം സഭ 2-ാം സഭ 3-ാം സഭ അവിടെ എല്ലാം കിട്ടിയാലേ ഇങ്ങനെ വരുള്ളൂ എന്നും പറഞ്ഞ് കുറേയേറെ ആൾക്കാരെ പോറ്റി കൊണ്ടു നടന്നിട്ട് ആ വ്യക്തി പോരാടുന്ന അയാൾക്ക് വേണ്ടിയിട്ടാണ്, രാജ്യത്തിന് വേണ്ടിയിട്ടല്ല. അതെങ്ങനെ രാജ്യത്തിന് വേണ്ടി പോരാടുന്നത്? എനിക്ക് ശമ്പളം കിട്ടിയാൽ ഞാൻ വെടിവെക്കും. തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോക്കും തന്നെ, എനിക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വെടിവെക്കും. അതെൻ്റെ ആവശ്യമല്ല, ആ രാജ്യത്തിൻ്റെ ആവശ്യമല്ല. ഇതിന് നേതൃത്വം നടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ ലോകം മുന്നോട്ട് പോകുകയാണ്. കാരണം എന്നാ? ഈ പട്ടാളക്കാരെ എല്ലാം അടിമകളാക്കണമെങ്കിൽ സ്വന്തമായിട്ട് പറ്റുകയില്ല. അപ്പോൾ സ്വന്തമായിട്ട് പറ്റാതെ വരുമ്പം അത് ഭരണ സംവിധാനങ്ങളിൽ കൂടെ ഈ പട്ടാളക്കാരെ സ്വന്തം പരിധിയിലേക്ക് വരുത്തുവാണ് ഈ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്നത്. ആ വ്യക്തി ചെയ്യുന്നത് എന്താണ്? ഏകാധിപത്യമാണ്. അപ്പം വിചാരിക്കും ഏകാധിപത്യമല്ലല്ലോ, അത് പലരും കൂടെ തീരുമാനിക്കുന്നതല്ലേ എന്നൊക്കെ പറയാൻ പറ്റും.
പലരും കൂടി തീരുമാനിക്കുന്നതല്ല എന്ന് പറയാൻ പറ്റും. ആ പലരെയും ഇവർ സ്വന്തമാക്കി വച്ചിരിക്കുകയാണ്. അതാണ് ഏകാധിപത്യം എന്ന് പറയുന്നത്. ആ യഥാർത്ഥമായ എൻ്റെ വശം നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എന്നാ അവിടെ പോയിട്ട് ചൊറിയേണ്ട ആവശ്യം? ഇവർക്കൊക്കെ എന്നാ പേടി? ഇവർക്ക് ആണവായുധം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഇവർ? ഞാൻ കുറേ പണം ഉണ്ടാക്കി ഞാനൊരു വലിയ വീട് വെച്ചു. അപ്പോൾ ഇതുപോലൊരു വീട് വേറെ ഒരുത്തനും പാടില്ല. ഞാൻ സ്വന്തമായിട്ട് പണം മുടക്കി എനിക്കൊരു വീട് വെച്ചു. ഇതുപോലെ വേറെ ഒരുത്തനും വീട് വെക്കരുതെന്ന് പറയുന്നത് എന്ത് അധികാരത്തിലാണ്? അവർക്കെന്നാ അതിന് പറയാനുള്ള അധികാരം? ഞാൻ ആണവായുധം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കാൻ മറ്റൊരു വ്യക്തിക്കും അവകാശമുണ്ട്, ഏതൊരു രാജ്യത്തിനും അവകാശമുണ്ട്. പിന്നെ അവർ ബുദ്ധി കെട്ടവരും അവരനാവശ്യമായിട്ട് പ്രയോഗിക്കുമെന്ന് ചിന്തിക്കുന്നത് അമേരിക്കയുടെയൊക്കെ ബുദ്ധിശൂന്യതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുകൂട്ട് പരിപാടിക്ക് അമേരിക്ക നിൽക്കരുത്. അമേരിക്കയെ തകർത്ത് കാണാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അമേരിക്ക തകർന്ന് കാണണം, ഇസ്രായേൽ തകർന്ന് കാണണം. കാരണം ഇവരെ ആധിപത്യമാണ്. എന്തിനാണ് ആധിപത്യം? എല്ലാവർക്കും ജീവിച്ചാൽ പോരെ? ഞാൻ ജീവിക്കുന്ന പോലെ ഞാൻ ജീവിച്ചാൽ മതി, അവർ ജീവിക്കുന്ന പോലെ അവർ ജീവിച്ചോട്ടെ. എന്നാ ഇത്ര പേടി ഇവർക്കൊക്കെ? അവരാണവായുധം, നിങ്ങൾ ആണവായുധം ഉണ്ടാക്കി വെച്ചില്ലേ? വെച്ചല്ലോ. പിന്നെ അവരുണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് എന്നാ ഇത്ര കുഴപ്പം? ഞാൻ ഉണ്ടാക്കി വെച്ച സാധനം മറ്റൊരാളുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്നാ കുഴപ്പം? അല്ലെങ്കിൽ ഈ ഇറാനൊന്നും വിവരമില്ലാഞ്ഞിട്ടാണ്. എന്നെപ്പോലെ ഒക്കെ ഉള്ള ഒരുത്തിനാണെങ്കിൽ പറഞ്ഞേനെ, നിങ്ങളുണ്ടാക്കി വെച്ചിട്ടില്ലേ? ആരോട് ചോദിച്ചിട്ടാണ് ഇവരുണ്ടാക്കി വെച്ചത്? നിങ്ങളുണ്ടാക്കി വെച്ചത് ആരോട് ചോദിച്ചിട്ടല്ലോ. അതുപോലെയുള്ള അവകാശം എനിക്കുമുണ്ട്. അതുപോലെയുള്ള അവകാശം എനിക്കുമുണ്ട്. അതേ അവകാശം എനിക്കുണ്ടല്ലോ. അപ്പം ഞാനുണ്ടാക്കുന്ന നിങ്ങളെന്തിനാ തടയുന്നേ? അപ്പോൾ എൻ്റെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റില്ല ഞാനിത് ഉണ്ടാക്കരുതെന്ന് പറയുന്നേ. അത് വേണ്ട. നിങ്ങൾ ജീവിക്കുന്ന പോലെ നിങ്ങൾ ജീവിച്ചു, നമ്മൾ ജീവിക്കുന്ന പോലെ നമ്മളെ ഇങ്ങോട്ട് വിട്ടാൽ മതി. നമ്മൾ കഞ്ഞി കുടിച്ചിട്ടാണേലും അല്ലെങ്കിൽ നിങ്ങൾ വലിയ സാറ്റലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മളുള്ളതുകൊണ്ട് നമ്മൾ ജീവിച്ചോളൂ. പിന്നെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചടിക്കാനുള്ള കഴിവ് വേണം. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെ പേടിപ്പിക്കാൻ വരണ്ട, ഒരു സ്ഥാനത്ത് ഉപരോധിക്കാൻ വരണ്ട. അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് തന്നെ. വെനിസ്വേലയെ പിടിച്ച പോലെ പിടിച്ചിട്ട് ഇറാനിൽ നിന്ന് എണ്ണ അങ്ങോട്ട് കൊണ്ടാകാമെന്നാണ് വിചാരിക്കുന്നല്ലേ? നടക്കുകയല്ലാന്ന് പറഞ്ഞ് നടക്കുകയല്ല. ഓരോ രാജ്യബോധം, വ്യക്തിബോധമുള്ള ഏതൊരു വ്യക്തി ഈ പ്രശ്നത്തിനെതിരായിരിക്കും. കാരണം എന്നാ? ഞാൻ നല്ലൊരു വീടുണ്ടാക്കി, അപ്പം മറ്റൊരുത്തിനും വീടുണ്ടാക്കണ്ടേ? പിന്നെ അവനുണ്ടാക്കുന്നത് എന്നാ നിങ്ങളെതിരിടണ്ടേ? എന്താ എതിരിടേണ്ട ആവശ്യം? അത് നിനക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയാൻ എന്നാ അവകാശം? എന്തെങ്കിലും അവകാശമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കരുതായിരുന്നു. നിങ്ങൾ ആണവായുധം ഉണ്ടാക്കി കൈ വെച്ചിരിക്കുകയെന്ന്. പക്ഷെ നീ ഉണ്ടാക്കരുത്. എന്നാന്ന്? അവരെന്നാ അടിമയാ? നിങ്ങളുടെ അടിമയൊന്നുമല്ല, അവർ സ്വന്തം അധ്വാനത്തിൽ കൂടെ ജീവിക്കുന്നവരാ. അവർക്കും ഉണ്ടാക്കാൻ പറ്റും. അവരുണ്ടാക്കുന്നത് നിങ്ങൾ എന്നാ എതിര് പിടിക്കാൻ? ഉപരോധം, അയ്യോ താരിഫ്, അയ്യോ തീരുവ, ഇറക്കുമതി തീരുവ. നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു. കാലം പുരോഗമിച്ച് വരുവാന്ന് ഓരോ വ്യക്തികളും ഓരോ രാജ്യങ്ങളും പുരോഗമിച്ചിരിക്കുകയാണ്. ബദല് പിടിക്കാൻ എല്ലാവരും തയ്യാറായിട്ട് വരുവാന്ന്. എല്ലാവരും തുല്യരായിരിക്കണം. പിന്നെ നിങ്ങൾ ആണവായുധം ഉണ്ടാക്കി വെച്ചിട്ട് അയ്യോ നീ ഉണ്ടാക്കരുതെന്ന്, എന്നാൽ പിന്നെ നിങ്ങളെ നശിപ്പിച്ച് കളാം. ആദ്യം നിങ്ങളെ നശിപ്പിച്ച് കളാം. എന്നിട്ട് നിങ്ങൾ ഇത് നമുക്ക് ഒന്നെങ്കിൽ അറബിക്കടലല്ല, ഇത് എവിടെ പോയി കഴിഞ്ഞാലും നാശം തന്നെ. എങ്കിലും ഇറാൻ്റെ മാറണമെന്ന് നിങ്ങൾക്ക് എന്നാ ഇത്ര ആവശ്യം? അത് മറ്റൊരു രാഷ്ട്രത്തിന് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് എന്നാ ആവശ്യം?
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൊടുക്കം വേറെ രാജ്യത്തേക്ക് മാറ്റ്. കുറച്ചൊക്കെ ബുദ്ധിപരമായിട്ട് സംസാരിക്കാൻ കഴിയണം. ബുദ്ധിയില്ലാത്ത എനിക്ക് പോലും ഇത്രയും വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് മറ്റൊരാളിത് ഉണ്ടാക്കരുതെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉണ്ടോ? എന്നാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കരുതായിരുന്നു. അതിന് ഞാനുണ്ടാക്കി കഴിയുമ്പം അതുപോലെ വേറൊരുത്തിനും ഉണ്ടാക്കരുതെന്ന്. അവക്കൂട്ട് പരിപാടി വേണ്ട. ആരും ആരെയും കീഴ്പ്പെടുത്താൻ നോക്കണ്ട. ആ കാലം കഴിഞ്ഞു പോയി. ഇപ്പോൾ പുതിയ യുഗമാണ്. ഇതൊന്നും ഒരു രാഷ്ട്രത്തിനും മനസ്സിലാകുന്നില്ല. രാഷ്ട്രത്തിന് മനസ്സിലാവും. രാഷ്ട്രമെന്ന് പറയുന്നത് അതിലുദ്ദേശിക്കുന്ന ഭരണാധികാരികൾ അവർ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ്. നെതന്യാഹുവിന് എന്താ പേടി? രാജ്യം നഷ്ടപ്പെടുന്നല്ല നെതന്യാഹുവിന് പേടി, എന്നെ തട്ടിക്കളയുമെന്നുള്ള പേടിയാണ്. എന്നെ തട്ടിക്കളയും എന്നുള്ള പേടിയാണ് നെതന്യാഹുവിനുള്ളത്. ഈ ട്രംപിനുള്ളത് എന്നെ തട്ടിക്കളയുന്നുള്ള പേടിയാണ്. അവരവരുടെ സംവിധാനത്തിൽ കൂടെ അവരുടെ ഭരണാധികാരത്തിൽ കേടി എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ജനങ്ങളെയും ഓരോ സഭകളുടെയും എനിക്കതിൻ്റെ അത്രയും വിദ്യാഭ്യാസമില്ലാത്തതിന് എനിക്ക് പറയാൻ പറ്റിയില്ല. ഇങ്ങനെ ഇവരുടെ ഭരണാധികാരത്തിൽ കേടിയത് എന്നാന്ന് രാജ്യം നന്നാകാൻ വേണ്ടിയിട്ടാ? അല്ല, രാജ്യം നന്നാകാൻ വേണ്ടിയിട്ടല്ല. അവരുടെ നിലനിൽപ്പ് ഒരു വ്യക്തിയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. എൻ്റെ കുടുംബാംഗങ്ങൾ രക്ഷപ്പെടണ്ടേ, ഞാൻ രക്ഷപ്പെടണ്ടേ? അതിനുവേണ്ടി ഞാൻ പല ഭരണ സംവിധാനങ്ങളും ഒരുക്കി, ഭരണസംവിധാനങ്ങളെല്ലാം ഒരുക്കി, എന്നിട്ട് അവരുടെ പിന്തുണയോടുകൂടി ഞാനൊരു ഭരണ അധികാരിയായിട്ടിരിക്കുകയാണ്. രാജ്യത്തെ രക്ഷിക്കാനല്ല, അവർക്കെല്ലാം അവരുടെ രക്ഷ. ഏതൊരു വ്യക്തിക്കും സ്വന്തം ജീവൻ മാത്രമാണ് രക്ഷ. വേറെ ആരെ രക്ഷിക്കാൻ നിൽക്കുകയില്ല. ഒരാളെ രക്ഷിക്കേണ്ട ആവശ്യം അവർക്കില്ല. അവർക്ക് ദോഷം വരരുത്. അപ്പോൾ ദോഷം വരാതിരിക്കാൻ വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടുവരും. ദോഷം വരാതിരിക്കാൻ വേണ്ട സംവിധാനമെല്ലാം ഒരുക്കി അപ്പോൾ ഭരണത്തിൻ്റെ അധികാരത്തിൽ കയറി, എന്നിട്ട് ഓരോ സഭകളുടെയും കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നിട്ട് പട്ടാളത്തിനെ വരുതിയിലാക്കി. ഈ പട്ടാളം യുദ്ധം ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പട്ടാളം യുദ്ധം ചെയ്യുന്ന രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെയൊക്കെ ഒരു ധാരണയുണ്ടാകും, പട്ടാളം യുദ്ധം ചെയ്യുന്ന രാഷ്ട്രത്തിന് വേണ്ടിയിട്ടല്ല. പട്ടാളം യുദ്ധം ചെയ്യുന്നത് ആ രാജ്യം നമ്മളെ കീഴടക്കരുത്, ആ രാജ്യം നമ്മളെ കീഴടക്കരുത്. ഇത് ആരുടെ ധാരണയാണ്? രാജ്യത്തിൻ്റെ ധാരണയല്ല, ഒരു വ്യക്തിയുടെ ധാരണയാണ്. ആ വ്യക്തിയെ നമ്മൾ അധികാരത്തിൽ കയറ്റി ഇരുത്തിയിരിക്കുകയാണ്. അപ്പം ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ ഏത് വീട്ടിൽ ഞാനായിരിക്കും ചിലപ്പോൾ വീട്ടിൽ ലോകത്തിൽ ജീവിക്കുന്നത്. നിങ്ങളൊക്കെ ഏത് വീട്ടിൽ ലോകത്തിൽ ജീവിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ചിലപ്പോൾ ഞാനായിരിക്കും വീട്ടിൽ ലോകത്തിൽ ജീവിക്കുന്നത്. പക്ഷേ ഇതിനെ യഥാർത്ഥത്തിൽ ചുഴിഞ്ഞ് ചിന്തിച്ച് മനസ്സിലാക്കുക. അധികാരത്തിലിരിക്കുന്ന വ്യക്തി അയാൾക്കിഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ രാജ്യം നിന്നെങ്കിൽ മാത്രമേ ഇയാൾക്ക് സുരക്ഷയുള്ളൂ. ഈ വ്യക്തിക്ക് സുരക്ഷ കിട്ടുന്നത് ഈ രാജ്യത്തിലെ ഈ സംവിധാനങ്ങൾ നിലനിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്, അല്ലാണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ടല്ല. കള്ളം കക്കുന്ന ജീവിക്കാൻ വേണ്ടി, പോലീസുകാരും പിടിക്കുന്നതും ജീവിക്കാൻ വേണ്ടി മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് എനിക്കൊരു ചിന്താഗതിയില്ല. കാരണം ഇത് മനസ്സിലാക്കി വരണമെങ്കിൽ ജനങ്ങൾ ബോധവാന്മാരാകണം. കയറി അവിടെ ഇരിക്കുന്നവരെ പിടിച്ച് താഴിറക്കാനുള്ള കഴിവുണ്ടാകണം ജനങ്ങൾക്ക്. അതുണ്ടാകാത്തിടത്തോളം കാലം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് കാലഘട്ടങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. കാലഘട്ടങ്ങളായിട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? പട്ടാളക്കാരൻ യുദ്ധം ചെയ്യാമെന്ന് അയാളുടെ വീട്ടിൽ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
രാജ്യം നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അയാൾക്ക് ശമ്പളം കിട്ടണം. എങ്കിൽ അയാളുടെ വീട്ടിലുള്ള പിള്ളേർ വേറെയും പിള്ളേരൊക്കെ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതിന് വേണ്ടിയാണ് ഒരു പട്ടാളക്കാരൻ പോയിട്ട് യുദ്ധം ചെയ്യുന്നത്. ഈ യുദ്ധത്തിന് വിടുന്ന ആരാ? അയാളുടെ ആ വ്യക്തിയുടെ ഒറ്റ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. അത് ഏത് രാജ്യത്തും ഏത് ഭരണ സംവിധാനത്തിലും ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നെ വിദ്യാഭ്യാസം കുറവാണ്, എനിക്കതിനെ വിശദീകരിച്ച് പറഞ്ഞു തരാൻ അറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റേതെങ്കിലും ലൈൻ നോക്കിയിട്ട് എന്നാന്ന് യൂട്യൂബല്ല വേറെ എന്തോ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് കവിതകൾ പോലെ അല്ലെങ്കിൽ കഥകൾ പോലെ ഞാൻ പറഞ്ഞു തരാം. ഒരു പട്ടാളക്കാരൻ യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ? നമ്മളെല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നാണെന്നറിയാവോ? നമ്മുടെ രാജ്യം സംരക്ഷിക്കാനാണ്, അല്ലേ? ഇത് വെറും തെറ്റാണ്. പട്ടാളക്കാരൻ യുദ്ധം ചെയ്യാൻ പോകുന്ന രാജ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, അവൻ്റെ കുടുംബം ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരു സംശയമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകും, ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് സംശയമില്ല. ഒരു പട്ടാളക്കാരൻ യുദ്ധം ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ പോകുന്നത് എന്തിനാണ്? അയാളുടെ കുടുംബം ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്, ശമ്പളം മേടിച്ചിട്ടാണ് അല്ലാണ്ട് സ്വന്തമായിട്ട് തന്നെ അങ്ങോട്ട് ഇറങ്ങി പോകുന്നതല്ല. അതെയോ? അപ്പോൾ അയാളുടെ കുടുംബം ജീവിക്കണമെങ്കിൽ അയാൾ ആ ജോലി ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് പട്ടാളക്കാരൻ പറയുമ്പോൾ പോകേണ്ട വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം. സീ യു അഗൈൻ.